കടിയും കടിച്ചിട്ട് ഓരോ കവള് കട്ടൻ കാപ്പിയും കുടിച്ചു കഴിഞ്ഞാൽ അസാധ്യ ടേസ്റ്റാണ്. നമസ്കാരം. ഇന്ന് നമ്മൾ വളരെ സ്പെഷ്യലായിട്ടുള്ളൊരു 4 മണി പലഹാരം ഉണ്ടാക്കുന്നത് അല്ലേ? പിള്ളേർക്കൊക്കെ ധൈര്യമായിട്ട് കഴിക്കാൻ കൊടുക്കുക. എന്ത് കഴിക്കില്ലാത്ത കുട്ടികളും ഇത് കഴിച്ചോളും. അങ്ങനത്തെ ഒരു 4 മണി പലഹാരം അമ്മച്ചിയുടെ സ്പെഷ്യലായിട്ട്. ക്യാരറ്റ് പൂരി അല്ലേ? ക്യാരറ്റ് എന്തൊക്കെയാണ് അതിനകത്തുള്ളത്? ഗോതമ്പ് പൊടി, ക്യാരറ്റ്, പാല് ഒഴിച്ചാണ് കുഴയ്ക്കുന്നത്. ക്യാരറ്റ് വെന്തത് കുഴച്ച് ഇതിനകത്ത് മിക്സ് ചെയ്യും. അപ്പം എല്ലാം നല്ല പോഷക ഗുണമുള്ള സാധനങ്ങൾ മാത്രം കൂട്ടിയിട്ടുള്ള ഒരു പൂരി ആണ് അല്ലേ? അപ്പോൾ നല്ല അടിപൊളി പൂരി കുറച്ച് കഴിയുമ്പോഴത്തേക്കും കഴിക്കാം. നല്ല ക്യാരറ്റ് പൂരി ഉണ്ടാക്കിയാലോ? ഉണ്ടാക്കാം. ഗോതമ്പ് പൊടിക്കകത്തോട്ട് ക്യാരറ്റ് വേവിച്ച് അത് ഉടച്ച് വെച്ചിരിക്കുന്നതാണ്. 150 ഗ്രാം ക്യാരറ്റും 200 ഗ്രാം ഗോതമ്പ് പൊടിയും കൂടാണ്. അതിനകത്ത് ആവശ്യത്തിന് ഉപ്പിടുന്നു, 1 സ്പൂണ് നെയ്യും ചേർക്കും, ചൂട് പാലാണ് ഒഴിക്കുന്നത്. ഈ മിക്സിനകത്തോട്ട് ചൂട് പാല് ഒഴിക്കും. കൊച്ചു പിള്ളേർക്കൊക്കെ 4 മണിക്ക് നല്ല ഒരു പലഹാരമാണ്. ക്യാരറ്റൊന്നും കഴിക്കാത്ത പിള്ളേരും കഴിച്ചൊരു ഇതാകുമ്പോൾ. ഇതിലേക്ക് ഇച്ചിരി പാലൊഴിക്കുകയാണ്. ആവശ്യത്തിന് ആയി, പാലൊഴിച്ച് ആവശ്യത്തിനായി. ക്യാരറ്റിൻ്റെ നനവും എല്ലാം കൂടെ ആയപ്പോൾ പാല് കുറച്ച് നെയ്യും ക്യാരറ്റ് പൂരിക്ക് എല്ലാം കുഴച്ച് വെച്ചു. ഇനി അത് പരത്തണം, പൂരിയാക്കണം, എന്നിട്ട് എണ്ണയിലിടണം. പെട്ടെന്ന് കഴിക്കും, 10 മിനിറ്റ് കൊണ്ട് കഴിയാവുന്ന ഒരു പലഹാരമാണ്. അങ്ങനെ ക്യാരറ്റ് പൂരിക്കെല്ലാം കുഴച്ച് വെച്ചു. ഇനിയിപ്പോൾ അതൊന്ന് പരത്തിയെടുക്കാനായിട്ട് ഒരു പൂരി ഷേപ്പിൽ നമുക്കതിൻ്റെ റൗണ്ട് ഒന്ന് ശരിയാക്കാൻ വേണ്ടിയിട്ട് ഒരു അടപ്പെടുത്ത് ഈ രീതിയിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കാമെങ്കിൽ ശരിക്കും പൂരിയുടെ ഷേപ്പിൽ കിട്ടും. പൂരി വറക്കാൻ ആവശ്യമായ എണ്ണ ഒഴിക്കും. എന്നാൽ എണ്ണ ചൂടായിട്ടുണ്ട്, ഒരു പൂരി ഇടാം. തിരിച്ച് ക്യാരറ്റ് തന്നെയല്ല, പൊട്ടറ്റോ വെച്ചോ ബീറ്റ്റൂട്ട് വെച്ചോ ഒക്കെ ഇതുപോലെ ചെയ്യാം. കുട്ടികൾക്ക് പല രീതിയിലുണ്ടാക്കി കൊടുക്കാം. ബനാന വെച്ചും. ക്യാരറ്റ് പൂരി റെഡിയായി. ഗ്യാസ് ഓഫ് ചെയ്യുകയാണ്. അപ്പം ഞാൻ എന്നാലൊരു കട്ടൻ കാപ്പി തരാം. കട്ടൻ കാപ്പി നല്ല ഉറക്കവും പോവും, ക്ഷീണവും പോവും. അത് കുടിച്ച് പൂരിയും കഴിക്കും. നല്ല അടിപൊളി കട്ടൻ കാപ്പി, നമ്മുടെ ക്യാരറ്റ് പൂരി. അടിപൊളി ടേസ്റ്റാണ്. കറക്റ്റ് 4 മണിക്ക് തന്നെ കിട്ടേണ്ട പലഹാരം ഇത്. ഇങ്ങനെ പൂരി ഓരോ കടിയും കടിച്ചിട്ട് ഓരോ കവള് കട്ടൻ കാപ്പിയും കുടിച്ചു കഴിഞ്ഞാൽ അസാധ്യ ടേസ്റ്റാണ്. അപ്പം മാത്രമല്ല പിള്ളേർക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും. എല്ലാം നല്ല പോഷകമുള്ള ഐറ്റംസ്. വെജിറ്റബിൾ കഴിക്കാത്ത പിള്ളേരും ക്യാരറ്റിൻ്റെ ഒന്നും കഴിച്ചില്ലേ, ഇത് ക്യാരറ്റും പാലും പപ്പടം എല്ലാം കൂടെ കൂടി മിക്സ് ചെയ്ത് കാഴ്ചയ്ക്ക് ഒരു പപ്പടം പോലെ ആയതുകൊണ്ട് ഒരു ഹരമായിരിക്കും. അപ്പം അതും ചെറിയ സമയം കൊണ്ട് ഉണ്ടാക്കി കൊടുക്കാം. പിള്ളേരൊക്കെ സ്കൂളിൽ വിട്ട് വരുമ്പോഴത്തേക്കും ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ അവരിഷ്ടം പോലെ കഴിച്ചോളും. അപ്പം ഈ റെസിപ്പി മറക്കാതെ എല്ലാവരും ഒന്ന് ചെയ്യണം.
ചെയ്തിട്ട് അമ്മച്ചീനെ കമൻറ്റിലൂടെ വിവരങ്ങൾ അറിയിക്കണം. അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ എന്ത് ചെയ്യണം അമ്മച്ചി? സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. എല്ലാവർക്കും